ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് രാവിലെ ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ പോണത്. രാവിലെ അല്ല, ഉച്ചയാണ്. ഇപ്പോൾ ലൂക്കേനെ കണ്ടാൽ അറിയാം അവൻ്റെ ഒരു ഇതത്ര ഓക്കെ അല്ല. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാസത്തെ 4ാമത്തെ പനിയാണിത്. നമ്മൾ ആദ്യം പനി വന്ന ഡോക്ടറെ കാണിച്ചു, കുറച്ച് മെഡിസിൻ കൊടുത്തു, അത് മാറി. പിന്നെയും ഈ മാസം അവസാനിച്ചിട്ട് പോലുമില്ല. കഴിഞ്ഞ മാസം ഒരു 30-31 സമയത്താണ് അവന് പനി സ്റ്റാർട്ട് ചെയ്യണേ. പനി വരും, അത് മെഡിസിൻ കൊടുത്ത് മാറും. ആദ്യം മെഡിസിൻ കൊടുത്ത സമയത്ത് ഡോക്ടർ പറഞ്ഞു പാരസെറ്റമോൾ കൊടുത്തിട്ട് കാര്യമില്ല, മെഫ്താൾ കൊടുക്കണമെന്ന് പറഞ്ഞ് നമ്മൾ മെഫ്താളിലോട്ട് മാറിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പനി വരും പോകുന്നുള്ള രീതിക്കാണ്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പനി വരുന്നതൊക്കെ 100-101 ഡിഗ്രിയിലാണ്. അതിനോട്ട് താഴോട്ട് പനി പോകുന്നേ ഇല്ല. അത്രയും ടെമ്പറേച്ചറിലാണ് പനി വരുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ അത്രയും പനി വരുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ അറിയാലോ, കൊച്ചുകുട്ടികൾക്ക് ഫിക്സിലേക്ക് പോകാനൊക്കെയുള്ള സാധ്യത ഉണ്ട്. ദൈവം സഹായിച്ച് ഇതുവരെ ഒന്നും അങ്ങനെ അവനായിട്ടില്ല. കാരണം പനി വരുന്ന ഓരോ സമയത്ത് ഞാൻ അത്രയും കെയർ കൊടുത്തിട്ടാണ് ഞാൻ അവനെ നോക്കുന്നത്. അപ്പം ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ പനി വന്ന സമയത്ത് തൃശ്ശൂർ പോയി അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൃശ്ശൂർ പോയ സമയത്ത് അവന് പനിയില്ലായിരുന്നു, ജലദോഷമായിരുന്നു. പനി അപ്പത്തേനും മെഡിസിൻ കൊടുത്ത് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് നീര് പനിയാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് വിചാരിച്ചത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യും എന്നാണ് വിചാരിച്ചത്. പക്ഷെ അന്നത് ചെയ്തില്ല. അതിനുശേഷം നമ്മൾ തിരിച്ചു വന്നിട്ടും പെട്ടെന്ന് ഒരു ദിവസം രാത്രി ഇതുപോലെ 12 മണി 1 മണി സമയത്താണ്, സത്യം പറഞ്ഞാൽ ആ സമയത്താണ് ഇവന് ടെമ്പറേച്ചർ വരുന്നത്. ആ സമയത്ത് ടെമ്പറേച്ചർ വന്നു. ഞാൻ അതുപോലെ മെഫ്താൾ കൊടുത്തു. 2-3 ദിവസം കൊണ്ട് പനി മാറി. അത് കഴിഞ്ഞത് ഇന്നലെ രാത്രി ഇതുപോലെ നല്ല പനി. ഇതുവരെ വന്ന പനിയൊന്നും ഒരു സിംറ്റംസ് ഇല്ലാണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ രാവിലെ ഒരു തലച്ചൂടുണ്ടായിരുന്നു കേട്ടോ. അവൻ്റെ ഇരിപ്പ് കണ്ടറിയാം, അത്രയും വയ്യാത്തോണ്ടാണ് അവൻ അങ്ങനെ ഒതുങ്ങിയിരിക്കണേ. കണ്ണും മുഖമൊക്കെ വല്ലാണ്ടായിട്ടുണ്ട്. അപ്പം ഇന്നലെ രാത്രി ആകുമ്പത്തേനും പനി തുടങ്ങിയപ്പോഴേ ഞാൻ മെഡിസിൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഓർത്ത് എന്തായാലും പോവാം, ഇനി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. ഡോക്ടറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്താന്ന് വെച്ചാൽ ചെയ്യാന്നുള്ള രീതിക്ക് രാവിലെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മുന്നേ ഈ പറഞ്ഞ പോലെ വേറെ ഹോസ്പിറ്റലിലാണ് പോയത്. ഇവിടെ MAJയിലാണ് പോയത്. അപ്പോൾ ഒരു ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മുടെ ലിസിയിൽ ഒരു പീഡിയാട്രീഷ്യൻ നല്ലതുണ്ട്, അപ്പോൾ ആ മേഡത്തിനെ കാണിച്ച് നോക്ക്, നല്ല ഡോക്ടറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിളിച്ച് ബുക്കിംഗ് എടുത്തു. അവർ ഏകദേശം ഒരു 12:30-1 മണി സമയത്ത് വരാനാണ് പറഞ്ഞത്. പക്ഷേ ലൂക്ക മേത്തുന്നേ ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. ഫുള്ള് വാശിയായിരുന്നു. അവൻ പനി വന്നു കഴിഞ്ഞാൽ പിന്നെ അവനെ എന്താ പറയുക, ഇങ്ങനെ ഇരിക്കും. അവന് താഴെ ഇറങ്ങത്തേയില്ല. കൂടെ തന്നെ ഉണ്ടാവും അവൻ. അല്ലെങ്കിൽ ജസ്റ്റ് കളിയും കാര്യങ്ങളൊക്കെ ആയിട്ടെങ്കിലും അവൻ ഒന്ന് മാറിയിരിക്കും. പക്ഷെ പനി വരുന്ന സമയത്ത് അവൻ മേത്തുനിന്ന് മാറേയില്ല. അപ്പം എനിക്ക് ഡ്രസ്സ് മാറാനൊന്നും പറ്റിയിരുന്നില്ല. രാവിലെ കുറേ നേരം ഉറക്കാനായിട്ട് നോക്കി, പക്ഷെ ഉറങ്ങിയില്ല. എന്നിട്ട് അവനെ എടുത്തിട്ടാണ് ഡ്രസ്സ് മാറലും കാര്യങ്ങളെല്ലാം ചെയ്തത്. അങ്ങനെ ഒരു കണക്കിനാണ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മൾ ഏകദേശം ഒരു 1:30 ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ലതായിരുന്നു കേട്ടോ. കാരണം നമ്മളവിടെ എത്തലും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. വന്നു കണ്ടു, ഡോക്ടറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റും അതുപോലെ യൂറിൻ ടെസ്റ്റും ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇനിയിപ്പോൾ മഴക്കാലമാണ് വരുന്നത്, കുറച്ചും കൂടി നന്നായിട്ട് ശ്രദ്ധിക്കണം എന്നൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ട്രാവലിംഗ് ഉണ്ടോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് വന്നിട്ട് തന്നെ കുറേ ദിവസമായി. അപ്പോൾ പിന്നെ പിന്നെ നമ്മൾ പോണത് ഞായറാഴ്ച പള്ളിയിൽ മാത്രമാണ്. ഞാൻ ഡോക്ടർ പറഞ്ഞു, പുറത്തിറങ്ങി കഴിഞ്ഞാൽ എല്ലാവരുടെ അടുത്ത് സംസാരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്, പക്ഷേ സൺഡേ മാത്രമേ അതുള്ളൂ, അല്ലാതെ നമ്മളങ്ങനെ പുറത്ത് പോകാറില്ല എന്നൊരു കാര്യം കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് വേറെ മെഡിസിൻ എന്തെങ്കിലും ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാമെന്നൊരു കാര്യം കൂടി പറഞ്ഞു. ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ മഴക്കാലം കൂടി ആണല്ലോ വരുന്നത്. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേനും കുറച്ചും കൂടി കെയർ കൊടുത്ത് നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ട്. ചെറിയ ബേബിയാണല്ലോ. അപ്പം അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇവിടേക്ക് കാണിക്കാനായിട്ട് വരുന്നത്. എറണാകുളത്തുള്ളവർക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഏതാ ഹോസ്പിറ്റൽ എന്നുള്ളത്. അപ്പം നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞ് ഞാൻ ആദ്യം ചോദിച്ചത് പീഡിയാട്രിഷ്യൻ്റെ ഫ്ലോർ ഏതാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് പിടിച്ചിട്ട് തന്നെയാണ് പോയത് കേട്ടോ. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അവിടുത്തെ പേര് കാര്യങ്ങൾ എഴുതി കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവിടെ ചെന്ന് നമ്മൾ എന്താ പറയുക, ടോക്കനും കാര്യങ്ങളൊക്കെ എടുത്ത് ഓൺലൈൻ ബുക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ബ്ലഡ് ടെസ്റ്റിനുള്ളത് എടുത്തായിരുന്നു. അതിന് ശേഷം ഈ പറഞ്ഞ പോലെ യൂറിൻ ടെസ്റ്റ് ഉണ്ടായിരുന്നു. യൂറിൻ ടെസ്റ്റ് ആദ്യമായിട്ടാണ് അവന് യൂറിൻ ടെസ്റ്റ് ചെയ്യണത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് ഞാൻ അറിഞ്ഞു. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ അന്ന് എന്താ പറയുക, യൂറിൻ പാസ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒറ്റ ഒരു ഇരിപ്പിലായിരുന്നു.
പിന്നെ അത് മാത്രമല്ല ഫുള്ള് വാശിയായിരുന്നു. ഡോക്ടറെ അടുത്ത് കയറിയ സമയം മുതലേ കരച്ചിലായിരുന്നു. അത് കഴിഞ്ഞ് ബ്ലഡിൻ്റെ അവിടെ പോയപ്പം കുത്തണേൻ്റെ പേടിയൊന്നുമില്ല. അവൻ അങ്ങനത്തെ പേടിയും കാര്യങ്ങളൊന്നുമില്ല. പനിയുടെ വാശിയാണ്. നല്ല രീതിക്ക് ഏന്തി ഏന്തി കരയണ ഒരിതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഫുള്ള് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ഞാൻ ബാത്റൂമിൽ പോയിട്ട് യൂറിൻ എടുക്കാനായിട്ട് വെള്ളം കുടിപ്പിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏകദേശം 1 1/2 മണിക്കൂർ ഇവിടെ തന്നെ നിന്ന്. ഇത് കാണുന്നത് ബാത്റൂമിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ. അവിടെ നിന്ന് ഏറ്റവും അവസാനം എനിക്ക് നിന്ന് നിന്ന് കാലൊക്കെ വേദന എടുത്ത് തുടങ്ങിയ സമയമായപ്പം ഫീഡിങ് റൂമിൽ പോയിട്ട് പാല് കൊടുത്ത് അവിടെയും കുറേ നേരം എനിക്ക് തോന്നുന്നു 1 മണിക്കൂറൊക്കെ അവിടെ ഇരുന്നായിരുന്നു കേട്ടോ. എന്നിട്ട് അവസാനം ഞങ്ങൾ ഒരു 2:30 ആയപ്പം അവിടേക്ക് എത്തിയതാണ്. ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് പോരുമ്പോൾ 5:30 ആണ്. 5:30 5:45 6 മണിയോട് അടുത്ത് എന്തോ ആയിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നേരം അവൻ യൂറിൻ പാസ് ചെയ്യാണ്ടിരിക്കുകയായിരുന്നു. വെള്ളം നല്ലപോലെ കുടിച്ചു. പക്ഷെ വയറ്റിലിങ്ങനെ പിടിച്ചുകൊണ്ട് വെച്ചിരിക്കുകയായിരുന്നു. ഏറ്റവും അവസാനം അവിടുത്തെ ഒരു സിസ്റ്റർ നേഴ്സ് ഫീഡിങ് റൂം പൂട്ടാൻ വേണ്ടി വന്നപ്പം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അപ്പോഴാണ് ഈ ഒരു സംഭവം അവിടെ കാണുന്നത്. പറഞ്ഞു ഇതൊക്കെ കാണിച്ചു കൊടുത്ത് ഒന്ന് ഇതാക്കി കൊണ്ടുപോകാം. പിന്നെ ഇത്രയും നേരം പാലും വെള്ളമൊക്കെ കുടിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റു ഗൈസ്. അവിടെ വെച്ചിട്ടാണ് അവൻ യൂറിൻ അങ്ങനെ 2 മണിക്ക് വന്നിട്ട് സമയം 5:30 ഇപ്പോഴാണ് മുള്ളിയത്. ഇനിയിപ്പോൾ യൂറിൻ കൊടുത്തിട്ട് ചത്തുപോയി. അങ്ങനെ അവൻ യൂറിൻ പാസ് ചെയ്തതും എൻ്റെ കയ്യിൽ ബോട്ടിലുണ്ടായിരുന്നു അവർ തന്നത്. അത് കയ്യിലും പിടിച്ചിട്ട് ഞാൻ ഇരിക്കണ്ടായിരുന്നത്. അത് കളക്ട് ചെയ്ത് നേരെ അത് കൊടുക്കാനായിട്ട് പോയി. സത്യം പറയാലോ വിശന്ന് ഞാനൊരു പരുവായി ട്ടോ. എൻ്റെ കോലം കണ്ടാൽ നിങ്ങൾക്കറിയാം. അവൻ്റെ കോലം കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ എത്ര ടയേർഡാണെന്നുള്ളത്. അവിടെ നിന്ന് ഇറങ്ങിയതും എനിക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതിയെന്നായിരുന്നു. പക്ഷേ എനിക്ക് എപ്പോഴും നല്ല കാലമായതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ കയറിയ കടയിലൊന്നും ഒന്നുമില്ലായിരുന്നു. അങ്ങനെ അവസാനം ആ സമയം ആയിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ അവസാനം ഞങ്ങൾ ചോദിച്ച് ഏതൊരു കടയിലെത്തി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് ഞങ്ങൾ പോരാണ് ട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ടയേർഡായി. തിരിച്ച് വരുമ്പോഴത്തേനും എനിക്കൊരു പനിക്കോളുണ്ടായിരുന്നു. വന്ന പാടെ ഞാൻ ഒരു പാരസെറ്റമോൾ എടുത്ത് കഴിച്ചു. കാരണം എനിക്കും കൂടി പനി വന്നു കഴിഞ്ഞാൽ തീരുമാനമായി കിട്ടും. കാരണം ഇത്രയും ദിവസമൊക്കെ ആയിട്ട് അവന് പനിയും കാര്യങ്ങളൊന്നും വരുമ്പോൾ ഞാൻ ഓക്കെ ആയിരുന്നു. പക്ഷേ ഞാൻ ഓക്കെ ഇല്ലെങ്കിൽ പിന്നെ അത് കുറച്ചും കൂടി ബുദ്ധിമുട്ടാവുമല്ലോ. അതുകൊണ്ട് ഞാൻ വന്ന പാടെ പാരസെറ്റമോൾ എടുത്ത് കഴിച്ച് തിരിച്ച് വരുമ്പോഴത്തേനും ഭയങ്കര ആവശ്യമായി ട്ടോ. അത്രയും നേരം അവൻ എടുത്ത് നിൽക്കലും നടക്കലും കാര്യങ്ങളും എല്ലാം ആയിട്ട് പതിവ് പോലെ അവിടുത്തെ ഒരു സെക്യൂരിറ്റി ചേച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ കണ്ടിട്ട് ചോദിച്ചായിരുന്നു എൻ്റെ അടുത്ത് കൂടെ ആരും ഇല്ലേ മോളെ എന്നുള്ളത്. ഞാൻ പറഞ്ഞു ഇല്ല ചേച്ചി ഞങ്ങൾ 2 പേര് തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കിട്ടി അവൻ യൂറിൻ പാസ് ചെയ്ത് വേഗം ഓടിപ്പോയി കൊടുത്ത് കാര്യങ്ങളൊക്കെ തീർത്ത് അവിടുത്തെ ക്യാൻറ്റീനിൽ കയറിയപ്പോൾ അവിടെയും പ്രത്യേകിച്ച് ഫുഡൊന്നും ഇല്ല. തിരിച്ച് പുറത്തിറങ്ങിയപ്പോഴും ഇല്ല. അങ്ങനെ കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ നമ്മൾ തിരിച്ചെത്താനുള്ളൊരു ഇതിലായി. ഇനി നാളെ രാവിലെ പോയിട്ട് റിസൾട്ട് മേടിച്ച് ഡോക്ടറെ കാണിച്ച് കൊടുക്കണം. എന്നിട്ട് വേണം ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യണ കാര്യങ്ങളെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നാളെ രാവിലെ പോകണം. ഇനി ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അടുത്ത വ്ളോഗിൽ പറയാം കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ തിരിച്ച് വീടെത്തിയിട്ടുണ്ട്. പോണ വഴിക്ക് ഒരു പാക്കറ്റ് പാലും കൂടി മേടിച്ചിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് തൊണ്ടയ്ക്കൊക്കെ എന്തൊരു പ്രശ്നം തോന്നുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് കാപ്പി കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു പാക്കറ്റ് പാലും മേടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വന്ന് കയറി. തിരിച്ച് വരുമ്പോൾ തന്നെ കുറച്ച് ലൂക്ക് ഉഷാറായിട്ടുണ്ടായിരുന്നു. പക്ഷേ മെഡിസിൻ്റെ എഫക്റ്റ് വിട്ട് കഴിയുമ്പോൾ പിന്നെ അവൻ പഴയ പോലെ ആവും. വാശിയും കാര്യങ്ങളും നല്ല രീതിക്ക് പനിയൊക്കെ തുടങ്ങും. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ തിരിച്ച് വന്നപ്പോഴത്തേനും ഞാൻ ഇങ്ങനെ ഒരവസ്ഥയിലെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ബാക്കിയെല്ലാം നമ്മൾ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളത് നമ്മുടെ തലയിലുള്ളത് കൊണ്ട് നമ്മുടെ ബോഡി ഓൾറെഡി അതിനനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു പറയുന്നത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യുക അല്ലേ? ഇങ്ങനെയൊക്കെയാണ് ലൈഫ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളിയാണ്. പക്ഷേ ഒരു മിറാക്കിളോ അല്ലെങ്കിൽ എന്തൊക്കെ പറയാൻ പറ്റില്ല. എന്തൊക്കെ വന്നാലും തളരില്ല എന്നൊരു മനസ്സ് എവിടേക്കോ ഉള്ളത് കൊണ്ട് ജീവിച്ചു പോണു. അതാ ഞങ്ങൾ പോയി വന്നു. ലോക്കേടെ എൻ്റെയൊക്കെ കോലം കണ്ട ഞങ്ങൾ ഉച്ചയ്ക്ക് പോയതാ. അയാണ്ടായി ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഒറ്റയെടുത്തനാണ്. ഇവൻ മുമ്പുള്ളാണ്ട് അത്രയും നേരം പിന്നെയും മരിച്ചു തുടങ്ങിയില്ല. മരുന്നേരം എഫക്റ്റ് പോയി കഴിഞ്ഞാൽ പനിക്കും. നാളെ ഇനി റിസൾട്ട് മേടിച്ച് കാണിക്കാനായിട്ട് പോകണം. അയ്യോ ചത്തുപോയി മനുഷ്യൻ. പിന്നെ നാളത്തെ വിശേഷം നാളെ കാണാം. അപ്പോൾ ഞാൻ ഇവരെ ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് തുടച്ച് ഉറക്കാനുള്ള പരിപാടി നോക്കട്ടെ. എനിക്കും വയ്യ. പിന്നെ എനിക്ക് കുറച്ച് വർക്കൊക്കെ ചെയ്യാണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാൻ. അതുവരെയ്ക്കും ബൈ. എൻ്റെ മുറ്റെന്ത് വേണ്ടേ? ഒങ്ങാം അതാ തരാലോ. ബായ് പറഞ്ഞ്
ബൈ. അപ്പൊ ശരി.